ഓണറബിൾ ചീഫ് മിനിസ്റ്ററും ഫാമിലിയും കൊണ്ടേ ഞാൻ പോകും. അതിന് ഏതറ്റം വരെ ആണെങ്കിലും ഇതിൻ്റെ അവസാനം കണ്ടിട്ടേ അടങ്ങൂ. ഇതിൻ്റെ അവസാനം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചുമലിരുന്ന് ചിരിക്കുകയാണെങ്കിലും ബിലീവ് മീ, എനിക്ക് മോക്ഷം കിട്ടും. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ടീം പിണറായി വലിയ മാഫിയ സംഘമാണ്. ദുബായ് കേന്ദ്രീകരിച്ചാണ് ഇവർ വലിയ കൊള്ളകൾ നടത്തുന്നത്. വീണ വിജയനാണ് മാസ്റ്റർ ബ്രെയിൻ. പിണറായി വിജയൻ്റെ ഭാര്യ എല്ലാ കരുനീക്കങ്ങളും നടത്തുന്നു. 5 മാസങ്ങൾക്ക് മുൻപ് സ്വപ്ന സുരേഷ് കേരളത്തിലെ മിക്ക ചാനലുകൾക്കും നൽകിയ ദീർഘമായ അഭിമുഖങ്ങൾ. ഈ അഭിമുഖത്തിൽ സ്വപ്ന സുരേഷ് അന്ന് തുറന്നടിച്ചിരുന്നു. പിണറായിയുടെ കുടുംബത്തെ ഞാൻ കൊണ്ടേ പോകൂ, ഞാൻ മരിച്ച് മുകളിലെത്തിയാലും എനിക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞത്. 5 മാസങ്ങൾക്ക് ശേഷം എല്ലാം മേൽകീഴായി പറയുന്ന കാഴ്ച. വീണ വിജയനെ തേടി ഏത് നിമിഷം വേണമെങ്കിലും SFIO തിരുവനന്തപുരത്തെ AKG സെൻറ്ററിലും ക്ലിഫ് ഹൗസിലും എത്താം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതെങ്കിലും ഒരു കേസിൽ പെട്ടാൽ പിന്നെ കേസുകളുടെ പൊടിപൂരമാകും. ഇപ്പോൾ ഫയലിൽ ഒളിച്ചിരിക്കുന്നതും അലമാരയിലിരിക്കുന്നതുമായ എല്ലാ കേസുകളും പിണറായി വിജയനെ തേടിയെത്തും. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൂട്ടിയുള്ള കളിയാണ് എന്ന് CPM ഭയക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ അവർ ഒരു വിശദീകരണ രേഖ പാർട്ടിയിലെ പ്രവർത്തകർക്ക് കൈമാറിയത്. പിണറായിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന ആരോപണമാണ് പിണറായി വിജയനെയും വീണ വിജയനെയും എക്സാലോജിക്കിനെയും ന്യായീകരിച്ച് ഇന്നലെ CPM കീഴ്ഘടകങ്ങൾക്ക് നൽകിയ ആ രേഖയിൽ പറയുന്നത്. CPM പാർട്ടി രേഖ ഇന്നലെ മാധ്യമങ്ങൾക്ക് രാവിലെ തന്നെ ലഭിച്ചു. തുടർന്ന് മാധ്യമങ്ങൾ ഇത് വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ഈ നിമിഷം വരെ CPMൻ്റെ ഒരൊറ്റ നേതാവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എല്ലാവരും നിശബ്ദരാണ്. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സമിതി ചേരുന്നു. 2 ദിവസത്തേക്കാണ് തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സമിതി. സാധാരണ സംസ്ഥാന സമിതി യോഗത്തിന് മുൻപ് പാർട്ടി സെക്രട്ടറി നൽകുന്ന ചില വിശദീകരണങ്ങളുണ്ട്. ഇന്ന് വിശദീകരണങ്ങൾക്കൊന്നും മെനക്കെടാതെ MV ഗോവിന്ദൻ നേരെ CPM സംസ്ഥാന സമിതിയിലേക്ക് ഓടിക്കയറി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഗോവിന്ദന് മനസ്സിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡലം ശില്പശാലയിൽ വിതരണം ചെയ്യുന്ന പാർട്ടി രേഖയിലാണ് പിണറായി വിജയനെയും മകളെയും ഒക്കെ വെള്ളപൂശുന്ന ഭാഗങ്ങളുള്ളത്. ദൈർഘ്യമേറിയ ലേഖനമാണ് ഇതിനുവേണ്ടി പാർട്ടി നൽകിയിരിക്കുന്നത്. വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകളെപ്പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത്. അല്ലെങ്കിൽ തന്നെ കർത്തയുടെ CMRL കമ്പനിക്ക് എന്തു പരാതി? പണം കിട്ടിയ എക്സാലോജിക്കിന് എന്തു പരാതി? വിചിത്രമായ ഈ പരാമർശങ്ങൾ കണ്ട് ഉള്ളിൽ ഊറിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ നേതാക്കൾ. സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ തേജോവധം ചെയ്യാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നീ രേഖയിൽ പറഞ്ഞിരുന്നു. ഒരു വശത്ത് വീണ വിജയൻ ആകെപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ കമലാ വിജയനുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ പുറത്തു വരുന്നത്. സംഗതി മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ന നിലയിലുള്ള ചികിത്സാ ചെലവുകളാണ് എങ്കിലും ജനം എടുത്തൊടുക്കുകയാണ്. എല്ലാം പോകുന്നത് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണല്ലോ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യ കമലാ വിജയൻ്റെ ചികിത്സാ ചെലവുകൾക്കായി 2,69,434 രൂപയാണ് ഇന്നലെ അനുവദിച്ചത്. പൊതുഭരണ വകുപ്പിൻ്റെ ഉത്തരവിനെതിരെ ഇപ്പോൾ രൂക്ഷമായ പരിഹാസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു. 24/7/2023 മുതൽ 2/8/2023 വരെയുള്ള കാലയളവിൽ ചികിത്സയ്ക്ക് ചെലവായ തുകയിൽ അനുവദനീയമായ കമലാ വിജയൻ്റെ ചികിത്സയ്ക്ക് 2,69,000 രൂപ കൈമാറുന്നുവെന്നാണ് പൊതുഭരണ വകുപ്പിൻ്റെ ഉത്തരവ്. ചുരുക്കത്തിൽ 1 മാസത്തെ ചികിത്സാ ചെലവാണിത്. സമൂഹ മാധ്യമങ്ങളിൽ ചിലർ എഴുതി ചോദിക്കുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഒരു ഇൻഷുറൻസ് എടുത്താൽ പോരെ? എന്തിനാണ് ഇത്ര ഭീമമായ തുക ഖജനാവിൽ നിന്ന് ചെലവാക്കുന്നത്? കാരണം മുൻപ് പിണറായി വിജയനു വേണ്ടി ഏകദേശം 3/4 കോടി രൂപയാണ് ചികിത്സയ്ക്ക് കേരളം ചെലവിട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2022 2 തവണയാണ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി മാത്രം പോയത്. ഈ ചികിത്സാ ചെലവിന് കേരള ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് 72,09,000 രൂപ. അമേരിക്കയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെയും സംഘത്തിൻ്റെയും യാത്രാ ടിക്കറ്റ്, താമസ, ഭക്ഷണം, മറ്റ് ചിലവുകൾ കൂടാതെയാണ് ഈ തുക. മയോ ക്ലിനിക്കിലെ ചിലവുകൾ മാത്രമാണിത്. ഇതുകൂടാതെയാണ് വൻ സംഘത്തിൻ്റെ യാത്രാ ചെലവും താമസ ചെലവും ഭക്ഷണ ചെലവുമൊക്കെ. 2022 ജനുവരി 11 മുതൽ 27 വരെ നടത്തിയ ചികിത്സയ്ക്ക് ചിലവായത് 29,82,000 രൂപ.
2022 ഏപ്രിൽ 26 മുതൽ മെയ് 9 വരെ നടത്തിയ ചികിത്സയ്ക്ക് ചെലവായത് 42,27,000 രൂപ. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിലേക്ക് പുറപ്പെട്ടപ്പോൾ ഭാര്യ കമല, PS സുനീഷ് എന്നിവരൊക്കെ ഒപ്പമുണ്ടായിരുന്നു. അതേസമയം അക്കാലഘട്ടത്തിൽ MLA ഹോസ്റ്റലിലെ ഹെൽത്ത് ക്ലിനിക്കിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ നടത്തിയ ചികിത്സയുടെ ചെലവും സർക്കാർ തന്നെയാണ് വഹിച്ചത്. 2022 ഏപ്രിൽ 21 മുതൽ 22 ഡിസംബർ വരെ കമല വിജയനായി ചെലവഴിച്ചത് 47,790. മുഖ്യമന്ത്രിക്ക് ഇതേ ക്ലിനിക്കിൽ ആ സമയത്ത് ചിലവായത് 28,646. 2021 ഏപ്രിൽ 16 മുതൽ 21 ഓഗസ്റ്റ് വരെ ഇരുവരുടെയും ലെജിസ്ലേറ്റീവ് ഹോസ്റ്റൽ ഹെൽത്ത് ക്ലിനിക്കിലെ ചെലവ് 42,057. ചുരുക്കത്തിൽ 2022 മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കുമായി കൈമാറിയത് 75 ലക്ഷം രൂപ. പിന്നീട് പല മാസങ്ങളിലും ഇത്തരത്തിൽ ചികിത്സാ ചെലവ് കൈമാറിയിരുന്നു. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചികിത്സാ ചെലവുകൾ നമ്മുടെ ഖജനാവിൽ നിന്ന് തന്നെ എടുക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇത്തരം കണക്കുകൾ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടും എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ തീരൂ. ഇതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് വീണ വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. യാതൊരുവിധ സേവനവും നൽകാതെ വീണ വിജയൻ CMRൽ നിന്ന് കൈപ്പറ്റിയത് കൈക്കൂലിയാണ്, മാസപ്പടിയാണ് എന്നതാണ് ഇവിടുത്തെ മുഖ്യ ആരോപണം. ഇക്കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവും. ഇപ്പോൾ SFIO പറയുന്നത് അവരുടെ പക്കൽ രൂക്ഷമായ തെളിവുകൾ എത്തപ്പെട്ടുവെന്നാണ്. ഇവിടെ വിറങ്ങലിച്ചു നിൽക്കുന്ന പാർട്ടിയെയും പാർട്ടി നേതാക്കളെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് പലവട്ടം കേരളത്തെയും കുഴൽനാടിനെയും ഒക്കെ വെല്ലുവിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിശബ്ദത തന്നെയാണ് ജനങ്ങളെ കൂടുതൽ സംശയങ്ങൾക്കിടവരുത്തിയതും. SFIOയുടെ നീക്കമെന്ത് എന്ന് കേരളം പരക്കെ ചർച്ച ചെയ്യുന്നു. SFIO തിങ്കളാഴ്ച തന്നെ തലസ്ഥാനത്തെത്തും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വീണ വിജയൻ അനുകൂലമായ ഒരു ഉത്തരവ് ലഭിക്കില്ല എന്ന് നിയമരംഗത്തെ വിദഗ്ധർ പറയുന്നു. ചാനൽ ചർച്ചകളിലും വിദഗ്ധർ ഇക്കാര്യം തന്നെയാണ് ശരിവെക്കുന്നത്. സമാനമായ കേസാണ് കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ KSIDC നൽകിയത്. KSIDCക്ക് അനുകൂല വിധി സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതി എടുത്തു കുടയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ വാദങ്ങൾ പൂർണ്ണമായി കർണാടക ഹൈക്കോടതിയിലും അഭിഭാഷകർ എത്തിക്കും. വീണ വിജയന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നാളെ തന്നെ SFIO കേരളത്തിൻ്റെ തലസ്ഥാനത്ത് കയറി നിരങ്ങുന്ന കാഴ്ചയാകും മാധ്യമങ്ങൾ കാണുന്നത്. ഇത് മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും ഒരു ചാകരയായി മാറും. പിണറായി വിജയൻ മാത്രമല്ല, ഭാര്യയും മകളുമൊക്കെ വിവാദക്കുരുക്കിൽപ്പെടുമ്പോൾ പാർട്ടിയെ എങ്ങനെ നയിക്കാൻ കഴിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്? സംസ്ഥാന സമിതിയിൽ രൂക്ഷമായ വിമർശനങ്ങൾക്ക് ആർക്കാണ് നട്ടെല്ലുള്ളത് എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നു. എങ്കിലും SFIO വീണ വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചാൽ MA ബേബിയോ തോമസ് ഐസക്കോ G സുധാകരനോ ഒക്കെ പ്രതികരിക്കും എന്ന പ്രതീക്ഷയുണ്ട് ചിലർക്കും. ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ് പിണറായി കുടുംബം കടന്നു പോകുന്നത്. 5 മാസങ്ങൾക്ക് മുൻപ് സ്വപ്ന സുരേഷ് അന്നു പറഞ്ഞു, ഞാൻ കൊണ്ടേ പോകൂ എന്ന്. അതിനുള്ള സാഹചര്യവും സന്ദർഭവും സമയവും ഇതാണോ എന്ന് ജനം ചോദിക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയിലേക്കും പതനത്തിലേക്കും പിണറായി കുടുംബം പതിക്കുന്ന കാഴ്ചയാകും നമുക്ക് മുന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.